ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സാമ്പാറാണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള ഒരു സാമ്പാറാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സാമ്പാറിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്തിട്ട് മാറ്റി വെക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം കായം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുത്താൽ മതിയാവും. കായം കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കായൊക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 15 ചെറിയ ഉള്ളിയും ഒരു 9 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 15 മുഴുവൻ കുരുമുളകും ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം നമുക്ക്. ഇനി ഇതാ തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് വറുത്തെടുക്കാം. ഇതുപോലെ നന്നായിട്ട് കളറൊക്കെ മാറി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. പൊടികൾ ചേർത്ത് ഒരു 1-1.5 മിനിറ്റ് ഒക്കെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് ചൂടാറിയ ശേഷം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. സാമ്പാർ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 10-13 ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണം മാത്രം മത്തനും ഒരു ചെറിയ കഷ്ണം തന്നെ കുമ്പളങ്ങയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇത് 3 ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചതും കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2.5 കപ്പ് വെള്ളവും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടച്ചു കൊടുത്ത് തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റൊരു വിസിലിന് മാത്രം നമുക്ക് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. വിസിൽ വന്നതിന് ശേഷം പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിനു ശേഷം മാത്രം അടപ്പ് തുറക്കുക. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തുള്ള പരിപ്പും പച്ചക്കറികളും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി തീ വീണ്ടും കത്തിച്ചു കൊടുത്ത് ഇതിലേക്ക് 5 വെണ്ടയ്ക്കാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ മീഡിയം കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്ക് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വാട്ടിയതിനു ശേഷം ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു മുരിങ്ങാക്കായയും മീഡിയം വലുപ്പത്തിലുള്ള നല്ല പഴുത്ത 2 തക്കാളിയും പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയില്ലേ അത് നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ചേർത്തിരിക്കുന്ന പച്ചക്കറികളല്ലാതെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേന അല്ലെങ്കിൽ വഴുതനങ്ങ പച്ച ഏത്തക്കായ ഇതൊക്കെ ചേർക്കാം. ചേനയും ഏത്തക്കായൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നമ്മൾ പരിപ്പൊക്കെ ഇട്ട് വേവിക്കുന്നില്ലേ ആ കൂട്ടത്തിൽ തന്നെ ഈ പച്ചക്കറികളൊക്കെ ഇട്ട് വേവിക്കുക. അതുപോലെ വഴുതനങ്ങയൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അത് അവസാനം നമ്മൾ മുരിങ്ങക്കായയും അല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ ഇടുന്ന സമയത്ത് ചേർത്താൽ മതിയാവും കേട്ടോ. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. കുക്കർ വെയിറ്റ് ഇട്ട് ലോക്ക് ചെയ്യാതെ തന്നെ വെറുതെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തുള്ള കഷ്ണങ്ങളൊക്കെ പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. കൂട്ടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഞാനിവിടെ ചെറിയൊരു കഷ്ണം മാത്രം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമ്മളൊരു ചെറിയ കഷ്ണം മാത്രമല്ലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സാമ്പാർ മധുരിക്കൊന്നുമില്ല. ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആയി നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഇതാ നമ്മളെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചിട്ടെടുത്തിരുന്നു. ഇനി നമുക്ക് സാമ്പാർ ഒന്ന് കടുക് പൊട്ടിച്ച് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും ഒരു 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് അത് നേരെ നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഉടനെ തന്നെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്.
ഇനി ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്നു നോക്കി ഇളക്കി കൊടുത്താൽ നമ്മൾ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഓരോ സ്ഥലങ്ങളിലും ഓരോ പോലെയാണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങ വറുത്തരയ്ക്കുന്നതിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് ആളുകൾ പല പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. മുഴുവൻ മല്ലി ചേർത്തിട്ട് തേങ്ങ വറുക്കാറുണ്ട്. അതുപോലെ തന്നെ തേങ്ങ വറുക്കാത്ത സാമ്പാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.